വിശ്വാസി എങ്ങനെ നിലനിർത്തണം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നല്ല രീതിയിൽ ഞങ്ങളെ നയിക്കാൻ സാറിനെ ദൈവം സഹായിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ സപ്പോർട്ട് എല്ലാം തന്ന് ഞങ്ങൾ ഇത്രത്തോളം വരുവാൻ ദൈവം ദാസിനെ നിർത്തിയതോർത്ത് സ്തുതിക്കുന്നു. എല്ലാവരും ഇതുപോലെ ശ്രേഷ്ഠമായി നല്ല ബന്ധങ്ങൾ നയിപ്പാൻ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. സഭയാന്റെയും ദൈവനാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി നമുക്ക് ചിന്തകളുണ്ട്, പറയാനുണ്ടാകും. പറഞ്ഞ് എന്നെ അതിൽ കൊണ്ട് ചേർത്തി. എനിക്ക് ഒന്നും അറിയത്തില്ല ചേച്ചി പറഞ്ഞപ്പോൾ അവരോട് കുഴപ്പമില്ല, അന്ന് കർത്താവ് പഠിപ്പിക്കും പറഞ്ഞു. ബൈബിൾ കോളേജിൽ എന്നെ ചേർത്തി. അതിന് അവരോട് നന്ദിയുണ്ട്. പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു സഭയ്ക്കുള്ള ശുശ്രൂഷിക്കാൻ വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ മാസങ്ങൾ ചർച്ചയ്ക്ക് പോകാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ റിലേഷൻ ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പാസ്റ്റർ ഉണ്ടായിരുന്നു കാണും എന്നൊക്കെ പറഞ്ഞത്. ചില സമയങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ദൈവദാസനും ദാസിയും വിളിച്ച് ഞങ്ങൾക്ക് ആശ്വാസ വാക്കുകളെ പറഞ്ഞ് ഞങ്ങളെ സഹായിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ സഹായിക്കാറുണ്ട്. ദൈവദാസനും കുടുംബം ഞങ്ങൾ അത്രത്തോളം ഞങ്ങളെ താങ്ങി, ദൈവം താങ്ങിച്ചു. അതുപോലെ തന്നെ ഏത് രാത്രിയായാലും വിളിച്ചാലും എന്ത് കാര്യം പറഞ്ഞാലും ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് അല്ലെങ്കിൽ അവർക്ക് കൃപ കൊടുത്തു എന്ന് തന്നെ ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ അന്ന് കൊറോണ സമയങ്ങളിലൊക്കെ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാനൊക്കെ ഒരുപാട് പ്രോത്സാഹനം തന്ന ദേവദാസനാണ്. അത് മാത്രമല്ല ആദ്യം തന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല, പഠിക്കും, കുറെ ശ്രമിക്കും എന്ന് പറഞ്ഞ് ഈ 4 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാനും, അതേപോലെ ഈ ബൈബിൾ വായിക്കേണ്ടതിനെ കുറിച്ചും അത് പഠിക്കേണ്ടതിനെ കുറിച്ചും അത് എങ്ങനെ ആയിത്തീരണം, ഒരു ക്രിസ്ത്യാനി ജീവിതം അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എങ്ങനെ ആവണം, ആ ദൃഢനിശ്ചയത്തോടെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യണമെന്നൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഇത്രത്തോളം വളർത്തി അതിനെ ആത്മീകമായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയും ചെയ്ത